തന്റെ കൺമുന്നിൽ വെച്ചാണ് അച്ഛനെ നിഷ്ഠൂരം വെടിവെച്ചു കൊന്നത്. മക്കളുമായി കാട്ടിലൂടെ ഓടുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. നിറയെ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. അവിടെ സ്വിപ്പ് ലൈൻ പോലുള്ള കുറേ ആക്ടിവിറ്റീസുമുണ്ട്. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്. എന്ത് ശബ്ദമാണെന്ന് അറിയില്ലായിരുന്നു. പിന്നീടാണ് അത് വെടിവെച്ചയായിരുന്നു എന്ന് മനസ്സിലായത്. പിന്നെയും ശബ്ദം കേട്ടു. അപ്പോൾ ഭീകരാക്രമണമാണെന്ന് മനസ്സിലായി. അമ്മ കൂടെയുണ്ടായിരുന്നില്ല. ഞാനും അച്ഛനും മക്കളും അവിടെ നിന്ന് ഓടി. ചുറ്റും കാടാണ്. പലരും പല ഡയറക്ഷനിലേക്കാണ് ഓടുന്നത്. അതിനിടയിൽ ഒരു ടെററിസ്റ്റ് വന്നു. എല്ലാവരോട് കിടക്കാൻ പറഞ്ഞു. എന്തോ ചോദിക്കുന്നു, വെടിവെക്കുന്നു. എന്തോ ചോദിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ്റെയും എൻ്റെയും അടുത്തേക്ക് വന്നു. സെൻറ്റൻസ് ഒന്നുമില്ല, ഒറ്റ വാക്കാണ് ചോദിച്ചത്. 2 തവണയേ ചോദിച്ചുള്ളൂ. മനസ്സിലായില്ലെന്ന് ഹിന്ദിയിൽ പറഞ്ഞു. അച്ഛനെയും എൻ്റെ മുന്നിൽ വെച്ച് വെടിവെച്ചു. ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. അമ്മ പോകാമെന്ന് മക്കൾ കരഞ്ഞു പറഞ്ഞു. അച്ഛനെ ഇനി സേവ് ചെയ്യാനാകില്ലെന്ന് മനസ്സിലായി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഓൺ ദ സ്പോട്ട് ഡെഡായിരുന്നു. ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി ആ കാട്ടിലൂടെ ഏതൊക്കെയോ വഴിയിലൂടെ ഓടി. പലയിടത്തു നിന്നും വരുന്നവർ ഒരു സ്ഥലത്തെത്തി. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോണിന് സിഗ്നൽ കിട്ടാൻ തുടങ്ങി. ഞാൻ കശ്മീർ സ്വദേശി കൂടിയായ എൻ്റെ ഡ്രൈവറെ വിളിച്ചു. അയാളാണ് എല്ലാവരെയും അറിയിച്ചത്. 7 മിനിറ്റിനുള്ളിൽ മിലിറ്ററിയും പ്രദേശവാസികളുമൊക്കെ ഓടി മുകളിൽ പോകുകയായിരുന്നു. ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ അവർ തോക്കുകൊണ്ട് എൻ്റെ തലയിൽ തൊട്ടു. അത് വെടിവെക്കാനാണോ പേടിക്കാനാണോ എന്ന് അറിഞ്ഞൂടാ. എൻ്റെ മക്കൾ എൻ്റെ അരികെ നിന്ന് കരഞ്ഞതുകൊണ്ട് അയാൾ വിട്ടിട്ട് പോയതാകാം ചിലപ്പോൾ. എൻ്റെ അടുത്ത് വന്നയാൾ സൈനിക വേഷത്തിലായിരുന്നില്ല. മലയുടെ മുകളിലാണ് സംഭവം നടന്നത്. എവിടെ വെച്ചാണ് ആക്രമണമുണ്ടായതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു. രാത്രിയാണ് ഐഡൻറ്റിഫിക്കേഷന് വിളിച്ചത്. അവിടുത്തെ സർക്കാരാണെങ്കിലും ഇവിടുത്തെ കേന്ദ്ര സർക്കാരും പ്രദേശവാസികളുമെല്ലാം കുറേ സഹായിച്ചു. ആളുകളെ വിളിക്കാനും ഭീകരനെക്കുറിച്ച് പറയാനുമൊക്കെയായി ഞാൻ ഓടി നടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രൈവറും കശ്മീരിലെ തന്നെ വേറെ ഒരാളുമാണ് എൻ്റെ അനിയനെയും ചേട്ടനെയും പോലെ ഒപ്പമുണ്ടായിരുന്നത്. രാത്രി 3 മണിവരെ മോർച്ചറിയുടെ മുന്നിലായിരുന്നു. കശ്മീരിൽ എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടിയെന്നാണ് ഇന്നലെ ഞാൻ ബൈ പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത്. എല്ലാവരോടും അമ്മയോട് പറയരുതെന്ന് പറഞ്ഞിരുന്നു. ഹോട്ടലിലെ TV കണക്ഷൻ റിമൂവ് ചെയ്തു. അച്ഛന് പരിക്കേറ്റെന്നും ട്രീറ്റ്മെൻറ്റ് വേണമെന്നുമാണ് അമ്മയോട് പറഞ്ഞിരുന്നത്. ഇന്നലെ രാത്രി എവിടെ എത്തിയ ശേഷമാണ് അമ്മയെ അറിയിച്ചതെന്നും ആരതി പറഞ്ഞു. അതേസമയം പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവർക്കായി തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സുരക്ഷാസേന. ഇന്നലെ 4 പേരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. രാജ്യത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം ചേരും. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.